നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഒരു യാത്രയിലാണ്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം ഒരു 85 കിലോമീറ്റർ ദൂരെ നമ്മുടെ ബൽത്തങ്കാടി എന്ന സ്ഥലത്ത് നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ട് ഇവിടെ ഒരു ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ടയുണ്ട്. ജംലാബാദ് ഫോർട്ട് ആണ് കോട്ടയുടെ പേര്. ആ കോട്ടയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആയിരത്തി 876 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എണ്ണിക്കോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കയറി വന്നു. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ആ പാറയ്ക്ക് മുകളിലാണ് ഫോർട്ട്. അപ്പോൾ ഫോർട്ടിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. കേതപ്പോണ്ട് പറയാൻ പറ്റില്ല, അതിൻ്റെ മുകളിൽ തീര് പറയാം. ഓക്കെ. ഇടക്കൊന്ന് ഇരുന്നതാണ്. ഒരു ട്രക്കിംഗ് ആണ്. കിതപ്പ് കാരണേ. അപ്പം ഇനി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കയറാം. ഇവിടെ കോട്ടയുടെ മതിലുകളൊക്കെ കാണുന്നുണ്ട്. കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അതിൻ്റെ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതൊക്കെ അന്നത്തെ മതിലിൻ്റെ ബാക്കി ശേഷിപ്പാണ്. ഇതൊക്കെ കുറേ നശിച്ചു പോയി. ഇതാ ജാഫർ പറ്റ തളർന്നിട്ടാ. പറ്റ തളർന്ന് കയറൂലേ? കയറിയാൽ മതി. നമ്മൾ നിൽക്കാൻ പാടില്ല. മുകളിലെത്തണം നമുക്ക്. കിതക്കുന്ന ഒച്ചയ്ക്ക്. ഇവിടെ കണ്ട അതിൻ്റെ മുകളിൽ ഒരു കിടങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടയ്ക്ക് ചുറ്റും ടിപ്പുവിൻ്റെ കോട്ടകൾ എല്ലാ പ്രത്യേകതയാണ്. കോട്ടയ്ക്ക് ചുറ്റും ഒരു കിടങ്ങ് എന്നല്ലേ. ഇപ്പോൾ നമ്മളിതിൻ്റെ നേരെ താഴെ എത്തിയിട്ടോ. ഏകദേശം 3/4 മണിക്കൂറായി നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ട്. ഇതുകൊണ്ടുള്ള സ്റ്റെപ്പിൻ്റെ ബാക്കിൽ അവർ കയറുന്നു. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്. പിടുത്തം വിട്ടുപോയാൽ താഴെ അഗാധമായ കൊക്കയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറണ്ടേ. എന്നാൽ ഇതൊരു മീഡിയം കാറ്റഗറി ട്രക്കിംഗ് ഗണത്തിൽപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. നല്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു ടഫായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ താഴെ നോക്കി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. താഴെ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ താഴെ പാറക്കെട്ടുകൾ കൊക്കയാണ്. ഇതൊരു കണ്ട നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ നീരുറവുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പിലൂടെ ഒഴുകി ഇവിടെ വഴുക്കുന്ന ഒരു ഇതും കൂടിയുണ്ട്. ഞങ്ങളുടെ അങ്ങനെ ഇരുന്നും കുറേ നടന്നും ഒക്കെയാണ് കയറുന്നത്. മറ്റൊരു മുന്നിൽ പോയിട്ടുണ്ട്. അത്രയും സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പോകുന്നുള്ളൂ. ദൂരെ കാണുന്ന മലനിരകളുണ്ട്. നിങ്ങൾ ആ കോടമഞ്ഞിനുള്ളിൽ കാണുന്നത് അത് പശ്ചിമഘട്ടത്തിലെ കുതിരയമുക്ക് മല റേഞ്ചുകൾ. അതായത് ചിക്ക്മാംഗ്ലൂരിൻ്റെ ഒരു ഭാഗമായിട്ട് കുതിരയമുക്ക് മല റേഞ്ചുകളാണ് ആ കാണുന്നത്. നമുക്കിതിൻ്റെ മുകളിൽ കയറിയ ഒരു ചുറ്റുപാടുള്ളൊരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ കാണാൻ കഴിയും. പോയി നോക്കാം. ജാഫർ കയറി വരുന്നുണ്ടോ? കയ്യിൽ വെള്ളം കരുതണം.
ഇതിന് മുകളിൽ വെള്ളം കിട്ടില്ല. അത്യാവശ്യത്തിന് ലൈറ്റ് ഫുഡും കരുതി വരുന്നത് നന്നാവും. ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തി തോന്നുന്നു. ഇവിടുന്ന് കാണുന്ന വ്യൂ കണ്ടങ്ങൾ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ കമാനം, ഒരു ഗേറ്റ്, സെൻട്രി പോസ്റ്റാണ് തോന്നുന്നത്. ഇതൊരു അന്നത്തെ സെൻട്രി പോസ്റ്റാണിത്. നമ്മൾ ആ കൊത്തി ഉണ്ടാക്കിയ സ്റ്റെപ്പുകൾ കഴിഞ്ഞു തോന്നുന്നു. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലെത്തി. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂസാണ്. ഇവിടെ നിറയെ പുല്ല് വളർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലത്തെ ഒരു ഷേപ്പൊന്നും നമുക്ക് നോക്കിയാൽ കിട്ടില്ല. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസാണിത്. കണ്ട, ആഹാ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജമലാബാദ് ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ, അതിൻ്റെ ഏറ്റവും ടിപ്പ് പോയിൻ്റ്, നമുക്ക് താഴെ അഗാധമായ കൊക്കയാണ്. പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അഗാധമായ കൊക്കയാണ് താഴെ. അവിടെയാണുള്ളത്. 1794 ടിപ്പു സുൽത്താൻ ഈ ജമലാബാദ് ഫോർട്ട് നിർമ്മിക്കുന്നത്. ടിപ്പുവിൻ്റെ മാതാവായ ജമല ബീവിയുടെ പേരാണ് ഈ ഫോർട്ടിന് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് ജമലാബാദ് എന്ന ഒരു പേര് ഇതിന് വന്നിട്ടുള്ളത്. ജമലാബാദ്, ഇപ്പോൾ ഈ പ്രദേശത്തിനും ജമലാബാദ് എന്ന് പറയുന്നുണ്ട്. ഗോഡൈക്കല്ല് എന്നൊക്കെ ഇവിടെ പ്രാദേശികമായിട്ട് ഇതിന് പേരുള്ളതായിട്ട് പറയുന്നുണ്ട്. ഒരു ഏറ്റവും വിദൂരത്തേക്ക് ഇവിടെ നിന്ന് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും എന്നുള്ള ഒരു കണ്ടെത്തലിൽ നിന്നാണ് ഇങ്ങനെ ഒരു പാറക്കെട്ടിന് മുകളിൽ ശക്തമായൊരു കോട്ട നിർമ്മിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ടിപ്പു ഇവിടെ ഇങ്ങനെ ഒരു കോട്ട നിർമ്മിക്കുന്നത്. എന്നാൽ ഇതൊരു വലിയൊരു ശക്തമായ, നമ്മുടെ മറ്റ് കോട്ടകളെപ്പോലെ ഒരു സുശക്തമായ സംവിധാനങ്ങളുള്ളൊരു കോട്ടയൊന്നല്ല. ഒരു വാച്ച് ടവർ എന്ന നിലയ്ക്കാണ് ഇവിടെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ചരിത്ര രേഖകൾ നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ മുകളിൽ ഒരു പീരങ്കി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇതൊക്കെ മൊത്തം കാട് മൂടി കിടക്കണം. ഇതാരും നോക്കുന്നില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇതെങ്കിലും ഇത് മെയിൻറ്റെയിൻ ഇല്ലാത്തതുകൊണ്ടും, അതുപോലെ ഇതിന് മുകളിലേക്ക് കയറി വരുന്നത് അത്യാവശ്യം അഡ്വഞ്ചറസ് ട്രെക്കിംഗ് ആയതുകൊണ്ടും കുറേ ആളുകൾ, ഒരുവിധ ആളുകളൊന്നും ഇങ്ങോട്ട് കയറി വരുന്നില്ല. അത്യാവശ്യം നല്ല ശാരീരിക ക്ഷമതയുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇത് അധികം മെയിൻ്റനൻസ് ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതും. അതുകൊണ്ടാണ് തോന്നുന്നു. നല്ല വെയിലാണ്, ശരിക്കും നിങ്ങൾക്ക് ക്യാമറയിൽ നേരെ നോക്കാൻ കഴിയുന്നില്ല. 1799 ബ്രിട്ടീഷുകാർ 4ാം മൈസൂർ യുദ്ധത്തോടു കൂടിയാണ് ഈ കോട്ട ടിപ്പുവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിലൊരു വെള്ളം സംഭരണത്തിനൊരു ടാങ്ക് ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ ടാങ്കൊന്നും ഇപ്പോൾ എവിടെയാണെന്ന് കാണുന്നില്ല. നമുക്ക് നോക്കുമ്പോൾ 2 ആൾക്ക് മുകളിലൊക്കെ പുല്ല് വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ് എന്താണെന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ കോട്ടയുടെ ഏകദേശം ചരിത്രം ഇതാണ്. ടിപ്പുവിൻ്റെ അതിനു മുമ്പ് ഒരു നരസിംഹ എന്തോ ഒരു പേരൊക്കെ ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. പിന്നീടാണ് ടിപ്പു ഇതിൻ്റെ ഒരു സൈനിക പ്രസക്തി തിരിച്ചറിഞ്ഞിട്ട് ഈ കോട്ട പിടിച്ചെടുക്കുന്നതും ഇതിങ്ങനെ ഒരു കോട്ട നിർമ്മിക്കുന്ന, ഒരു വാച്ച് ടവറായിട്ട് കോട്ട നിർമ്മിക്കുന്നതും ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിലൊരു റിപ്പീറ്റർ സ്റ്റേഷൻ, വയർലെസ്സിൻ്റെ റിപ്പീറ്റർ, ഒരു ഓട്ടോമാറ്റിക് റിപ്പീറ്റർ സ്റ്റേഷൻ ദൂരെ കാണുന്നത് അതിൻ്റെ ഒരു ടവറാണ്. അത്രയും ഉള്ളൂ. ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു ട്രക്കിംഗ്, നല്ലൊരു പ്ലേസ്, ദൂരെ നമുക്ക് ഒരുപാട് ഒരു ലാൻഡ്സ്കേപ്പ് ഇവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾ നോക്കിയാൽ കാണാം, ദൂരെ വളരെ ദൂരത്തേക്ക് നമുക്കൊരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ദൂരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുതിരമുക്ക് റേഞ്ചിൻ്റെ, അതുപോലെ നമ്മുടെ ചിക്ക്മാംഗ്ലൂർ ആ ഭാഗം, പശ്ചിമഘട്ടത്തിൻ്റെ ആ മലനിരകളാണ് ദൂരെ ആ കോട മൂടി കിടക്കുന്ന ഭാഗങ്ങൾ. അത്രയും വലിയൊരു ഏരിയ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. ഒരുപക്ഷെ
നമുക്ക് കയറുന്നതിനേക്കാൾ വളരെ പ്രയാസമായിരിക്കും ഇവിടുന്ന് ഇറങ്ങുന്നത്. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ട് ഈ വലിയ ഈ ഒരു മല മുഴുവൻ ഒരു പാറയാണ്. ഈ പാറയുടെ ഒരു ചെരുവിലൂടെയാണ് നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുള്ള സ്റ്റെപ്പ് ഉള്ളത്. ആ ചെരുവിൽ അതിലൂടെ വേണം താഴേക്ക് ഇറങ്ങാൻ. പല ഭാഗങ്ങളിലും വെള്ളം ഒഴുകി വഴുക്കലുണ്ട്, സ്ലിപ്പറിയാണ്. അപ്പോൾ വളരെ ഡേഞ്ചറാണ്. അതുപോലെ മാത്രമല്ല, ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്കാണ് പോവുക, അതായത് താഴെ കൊക്കയിലേക്കാണ് പോവുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ നമുക്കത് ഇനി നമ്മൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇറങ്ങുന്ന വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ്റെ ടവർ. അപ്പോൾ നമ്മളിനി താഴേക്ക് ഇറങ്ങുകയാണ്. നല്ല സൂക്ഷിച്ച് ഇറങ്ങണം ഇവിടെ. കാരണം നമുക്ക് താഴേക്ക് കാണാം, നമ്മളിവിടെ ഒരു കൈ വിട്ടു പോയി കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക്, ആ പാറപ്പുറത്തേക്ക്, കൊക്കയിലേക്ക് പാറപ്പുറത്തേക്കാണ് ചെന്ന് വീഴുക. ഗിരീഷിനാണ് ഏറ്റവും പ്രശ്നം കേട്ടോ. ഗിരീഷ് ഇറക്കിറങ്ങാൻ ഭയങ്കര പ്രശ്നമാണ് ഗിരീഷിന്. കയറാൻ ഗിരീഷ് വളരെ ഉഷാറാണ്, പക്ഷേ ഇറങ്ങാൻ ഗിരീഷ് വലിയ പാടാണ്. ഒരു ചെറിയ അശ്രദ്ധ മതി, നമ്മുടെ ജീവൻ പോകും. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണിത് കണ്ടോ. ഇത്രയും കുത്തനെയാണ്, ആണ് കയറിപ്പോയി നമ്മൾ ഇറങ്ങി വരുന്നത്. പോകും ഇനി ഇതുപോലെ കുത്തനെ ഇറങ്ങണം. ഇതാണ് പീരങ്കി. ഇതിൻ്റെ ഒരു അവശിഷ്ടം ഇവിടെ ഉണ്ടെന്നാണ്. അത് മുകളിലാണ് ഞങ്ങൾ തിരഞ്ഞത്, പക്ഷേ മുകളിലല്ല, ഇവിടെ താഴെയാണ്. ഇവിടെ പോയപ്പോൾ അത് ശ്രദ്ധിച്ചില്ല കണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഏകദേശം താഴെ എത്തി. ഇനി കുറച്ച് ദൂരം കൂടി ഇറങ്ങാനുള്ളൂ. അപ്പോൾ ഈ ജംലാബാദ് ഫോർട്ടിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.